മാർപ്പാപ്പയായി സ്ഥാനാരോഹണം ചെയ്തതിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14 പാപ്പ ഇറ്റലിയിലെ ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ പോംബൈ സന്ദർശിക്കുന്നു. മെയ് 8-നാണ് പാപ്പ പോംബൈയിലെ അവർ ലേഡി ഓഫ് ദ റോസറി ബസിലിക്കയിൽ എത്തുന്നത്. 11 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മാർപ്പാപ്പ പോംബൈയിൽ എത്തുന്നത് എന്നത് സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. മെയ് 8-ന് രാവിലെ 10:30 തീർത്ഥാടനാലയത്തിന് മുൻപിലുള്ള ചത്തുരത്തിൽ മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കും. കുർബാനയ്ക്ക് ശേഷം 1883 വിശുദ്ധ ബാർട്ടോലോ ലോംഗ രചിച്ച പ്രസിദ്ധമായ സപ്ലിക്ക പ്രാർത്ഥനയ്ക്ക് പാപ്പ നേതൃത്വം നൽകും. രോഗികൾ, ഭിന്നശേഷിക്കാർ, വയോധികർ എന്നിവരുമായി അദ്ദേഹം സംവദിക്കും. കൂടാതെ ടെമ്പിൾ ഓഫ് ചാരിറ്റി പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തും. തീർത്ഥാടന കേന്ദ്രത്തിന്റെ സ്ഥാപകനായ വിശുദ്ധ ബാർട്ടോലോ ലോംഗോയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ചാപ്പലിൽ പാപ്പ പ്രത്യേക പ്രാർത്ഥന നടത്തും. അതേസമയം പോംബൈയിലെ ജപമാല രാജ്ഞിയോട് തനിക്കുള്ള അചഞ്ചലമായ ഭക്തി ലിയോ 14 പാപ്പ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 6-ന് റോമിലെ ഡോമസ് ഓസ്ട്രേലിയയിൽ നടന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്കിടെ പോംബൈയിലെ ജപമാല രാജ്ഞിയോടുള്ള ഭക്തി തന്റെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം വഹിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പോംബൈ മാതാവിന്റെ തിരുനാൾ ദിനമായ മെയ് 8-നാണ് അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പോംബൈ മാതാവിനെ അനുസ്മരിച്ചിരുന്നു. ലിയോ 14 പാപ്പയുടെ വരവിനെ അതീവ സന്തോഷത്തോടെയാണ് രൂപത സ്വാഗതം ചെയ്യുന്നതെന്ന് പോംബൈയിലെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് ടൊമാസോ കപ്പൂട്ടോ വത്തിക്കാൻ ന്യൂസിനോട് പറഞ്ഞു. സന്ദർശനത്തിന് മുന്നോടിയായി 10,000-കണക്കിന് വിശ്വാസികളാണ് ഇതിനോടകം പോംബൈയിലേക്ക് ഒഴുകിയെത്തുന്നത്. സുരക്ഷാ കാരണങ്ങളാലും സ്ഥലപരിമിതി മൂലവും അപേക്ഷകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതായി സംഘാടകർ അറിയിച്ചു.